നമസ്കാരം. എത്രയോ കുട്ടികളാണ് ഒരു നല്ല ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ ഉപരിപഠനമോ സ്വപ്നം കണ്ട് രാപ്പകലില്ലാതെ ഇരുന്ന് പഠിക്കുന്നത്. അവരുടെയും അവരെ വളർത്താൻ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെയും പ്രതീക്ഷകളാണ് അടുത്തിടെ ഉണ്ടായ പരീക്ഷാ വിവാദങ്ങളോടെ തകർന്നടിഞ്ഞിരിക്കുന്നത്. എന്നിട്ടും മോദിക്കും കൂട്ടർക്കും മിണ്ടാട്ടമില്ല. വളരെ ലളിതമായി പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുന്ന കുട്ടികളുടെ നെഞ്ചത്തടിക്കുന്ന രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ചോദ്യപേപ്പർ മുൻകൂട്ടി വാങ്ങാൻ ആളുള്ള ഒരു വലിയ മാഫിയ ഇവിടെ വളർന്നു വന്നിരിക്കുന്നു. ഇതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായ തെളിവുകളോടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു എന്നും അത് ലക്ഷങ്ങൾക്കാണ് വിറ്റുപോയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്നവരെ അഭിനന്ദിക്കുന്നതിന് പകരം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാനാണ് പരീക്ഷ നടത്തുന്ന ഔദ്യോഗിക ഏജൻസിയായ NTA-യും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയെ തകിടം മറിക്കുന്ന ഈ വലിയ ചതിയെക്കുറിച്ചും ഇതിന്റെ യഥാർത്ഥ ഇരകളായ വിദ്യാർത്ഥികളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും വ്യക്തമായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട കോടിക്കണക്കിന് വരുന്ന യുവതലമുറയുടെ കരിയർ കെട്ടിപ്പടുക്കേണ്ട മത്സര പരീക്ഷകൾ ഓരോന്നായി അഴിമതിയുടെയും ക്രമക്കേടുകളുടെയും നിഴലിൽ വീഴുമ്പോൾ അത് വെറും ഒരു ഭരണപരമായ പരാജയമായി കാണാൻ കഴിയില്ല. മറിച്ച് ജനാധിപത്യ ഇന്ത്യയുടെ അടിത്തറയെയും ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെയും തകർത്തെറിയുന്ന ഒരു വലിയ വിപത്താണിത്. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് വിവാദത്തിൽ തൊട്ടു പിന്നാലെ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഉയർന്നു വന്ന UGC നെറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേന്ദ്ര സർക്കാരിന്റെ പരീക്ഷാ നടത്തിപ്പ് സംവിധാനങ്ങളുടെ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിലും പൊതുവേദികളിലും ഉന്നയിച്ച അതിരൂക്ഷമായ വിമർശനങ്ങൾ കേവലം രാഷ്ട്രീയ പ്രേരിതമല്ല, മറിച്ച് രാജ്യത്ത് നിലനിൽക്കുന്ന അങ്ങേയറ്റം ഭീതിജനകമായ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ദേശീയ തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള യോഗ്യതയും അസിസ്റ്റന്റ് പ്രൊഫസർ പദവിയും നിശ്ചയിക്കുന്ന UGC നെറ്റ് സോഷ്യോളജി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. പരീക്ഷ നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ 100 പേജുകളുള്ള ഒരു PDF രേഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ടെലഗ്രാഫ് ഗ്രൂപ്പുകളിലും വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. ഈ രേഖയിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ 90% ചോദ്യങ്ങളും അതേപടി യഥാർത്ഥ പരീക്ഷയിൽ ആവർത്തിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് ഒരു വലിയ മാഫിയ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ 2.5 ലക്ഷം രൂപയ്ക്കാണ് ഒരു ചോദ്യപേപ്പർ വിറ്റഴിക്കപ്പെട്ടത് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമായ കണക്കുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചു. പണവും സ്വാധീനവും ഉള്ളവർക്ക് പരീക്ഷാ ചോദ്യങ്ങൾ മുൻകൂട്ടി വിലക്കി വാങ്ങാൻ സാധിക്കുന്ന തരത്തിൽ രാജ്യത്തെ പരീക്ഷാ സംവിധാനം ജീർണിച്ചു പോയിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഇവിടെ ഏറ്റവും ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമായ ഒരു കാര്യം, ഇത്തരം ഗുരുതരമായ ക്രമക്കേടുകൾ തെളിവുകൾ സഹിതം പുറത്തു വരുമ്പോഴും അതിനെ പ്രതിരോധിക്കാനും മൂടിവെക്കാനും ഔദ്യോഗിക സംവിധാനങ്ങൾ കാണിക്കുന്ന അമിത ആവേശമാണ്. ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടും പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്തത്. പരീക്ഷ നടന്ന് 6 ദിവസത്തിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ചോദ്യപേപ്പർ പ്രത്യക്ഷപ്പെട്ടത് എന്നും അതിനാൽ ചോർച്ച നടന്നിട്ടില്ല എന്നുമാണ് NTA മുന്നോട്ട് വെക്കുന്ന വിചിത്രമായ വാദം. 100 ചോദ്യങ്ങൾ അടങ്ങിയ പേപ്പറിൽ 96 എണ്ണവും പരീക്ഷയിൽ അതേപടി ആവർത്തിച്ചു എന്ന കൃത്യമായ താരതമ്യ പഠനങ്ങൾ വിദ്യാർത്ഥികളും മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടും അതിനെ തള്ളിക്കളയാനാണ് അധികൃതർ ശ്രമിച്ചത്. ഈ നിഷേധ നിലപാട് രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയോടും കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോടുമുള്ള പരസ്യമായ വെല്ലുവിളി തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ നയങ്ങളും സ്ഥാപനങ്ങളുടെ നടത്തിപ്പും പൂർണ്ണ പരാജയമാണെന്ന് തെളിയിക്കുന്നതാണ് തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളൊക്കെയും. വിദ്യാഭ്യാസ മേഖലയെ ഗുണനിലവാരമുള്ളതാക്കുന്നതിനോ സുതാര്യമാക്കുന്നതിനോ അല്ല, മറിച്ച് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും ചില പ്രത്യേക അജണ്ടകൾ നടപ്പിലാക്കാനും കേന്ദ്രീകരിക്കാനുമാണ് BJP സർക്കാർ ശ്രമിക്കുന്നത് എന്ന വിമർശനം ഇന്ന് ശക്തവുമാണ്. NTA പോലുള്ള ഒരു കേന്ദ്രീകൃത ഏജൻസിക്ക് രാജ്യവ്യാപകമായി ഒരു പരീക്ഷ പോലും സുരക്ഷിതമായും കുറ്റമറ്റ രീതിയിലും നടത്താൻ സാധിക്കുന്നില്ല എന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇന്ത്യയുടെ വിദ്യാഭ്യാസ യോഗ്യതകളുടെ വിശ്വാസ്യതയെ തകർക്കുന്നതാണ്.
കേന്ദ്ര സർക്കാരിന്റെ തണലിൽ വളരുന്ന ഇത്തരം ഏജൻസികളുടെ പരാജയങ്ങൾ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭവിച്ച വലിയ തകർച്ചയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, വരാനിരിക്കുന്ന മറ്റ് മത്സര പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകളും ഇതേ മാഫിയ ശൃംഖല വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പ് ഞെട്ടലോടെ മാത്രമേ ജനങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അഴിമതികളുടെ എല്ലാം യഥാർത്ഥ ഇരകൾ രാജ്യത്തെ പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായ വിദ്യാർത്ഥികളാണ് എന്നത് ശ്രദ്ധയോടെ ഓർക്കേണ്ടതുണ്ട്. വർഷങ്ങളോളം ഉറക്കമൊഴിഞ്ഞ് കഠിനമായി പഠിച്ച് തങ്ങളുടെ യൗവനത്തിലെ വിലപ്പെട്ട സമയം അത്രയും പഠനത്തിനാക്കി മാറ്റിവെക്കുന്നവരാണ് ഓരോ ഉദ്യോഗാർത്ഥിയും. സ്വന്തം മക്കളുടെ നല്ലൊരു ഭാവിക്കായി തങ്ങളുടെ അധ്വാന പണവും ഭൂമിയും സ്വർണവും വരെ പണയം വെച്ച് കോച്ചിങ് സെന്ററുകളിലേക്ക് അയക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയവുമാണ്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ചോദ്യപേപ്പർ വാങ്ങുന്ന ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ യാതൊരു യോഗ്യതയുമില്ലാതെ ഉയർന്ന റാങ്കുകൾ തട്ടിയെടുക്കുമ്പോൾ അർഹരായ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും പ്രതീക്ഷകളുമാണ് ഇവിടെ ചവിട്ടി മെതിക്കപ്പെടുന്നത്. ഇത് വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുന്ന മാനസിക സമ്മർദ്ദവും നിരാശയും പലപ്പോഴും അവരെ ആത്മഹത്യ പോലുള്ള തീവ്രമായ തീരുമാനങ്ങളിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ ആദ്യത്തേതുമല്ല. രാജ്യത്തെ ഭരണ സംവിധാനത്തിലും പരീക്ഷാ പ്രക്രിയയിലും യുവജനതയുടെ വിശ്വാസമാണ് ഇവിടെ പൂർണ്ണമായും ഇല്ലാതാകുന്നത്. എന്നിട്ടും എന്തെങ്കിലും കാര്യമുണ്ടായോ? ഇല്ല. ഈ വലിയ മാഫിയകളെയും അതിന് പിന്നിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ടുകളെയും ധീരമായി പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ കൂട്ടായ്മകളും പ്രതിപക്ഷവും വലിയ അഭിനന്ദനം തന്നെ അർഹിക്കുന്നുണ്ട്. വ്യവസ്ഥാപിത സംവിധാനങ്ങൾ കണ്ണടച്ചിരുന്നപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ സഹിതം ഈ അനീതിയെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ ഇവർക്ക് സാധിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുടെയും ക്രമക്കേടുകളുടെയും വിവരങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു വലിയ ജനകീയ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇല്ലായിരുന്നുവെങ്കിൽ പതിവ് പോലെ ഈ തട്ടിപ്പും NTA ഫയലുകളിൽ ഒതുങ്ങിപ്പോകുമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നോ ഈ വിഷയത്തിൽ അർഹമായ ഒരു നീതിയും പ്രതീക്ഷിക്കുന്നത് വ്യർത്ഥമാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അങ്ങേയറ്റം യാഥാർത്ഥ്യബോധമുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കളുടെ ഭാവിയെ ബാധിക്കുന്ന, രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ അഴിമതി നടന്നിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പുലർത്തുന്ന മൗനം കുറ്റകരമാണ്. തെരഞ്ഞെടുപ്പ് റാലികളിൽ യുവാക്കളുടെ തൊഴിലിനെ കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും വാചാലനാകുന്ന നമ്മുടെ നരേന്ദ്രമോദി പരീക്ഷാ ക്രമക്കേടുകളെ കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ NDAയുടെ പരാജയങ്ങളെ ന്യായീകരിക്കാനും പരീക്ഷാ മാഫിയകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താനുമാണ് മുൻകൈ എടുക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി എടുക്കാനോ പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കാനോ ഉള്ള ആർജവം ഈ സർക്കാരിനില്ല എന്നത് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഭരണാധികാരികളിൽ നിന്ന് നീതി യാചിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. രാജ്യത്തെ യുവജനതയുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ ശബ്ദത്തിലൂടെയും ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയും മാത്രമേ ഈ ജീർണിച്ച വ്യവസ്ഥയെ മാറ്റാൻ ഇനി സാധിക്കുകയുള്ളൂ. പരീക്ഷകളിലെ അഴിമതിക്കെതിരെയും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒട്ടും യോജിച്ചതുമല്ല. എങ്കിലും തങ്ങളുടെ ഭാവി സംരക്ഷിക്കാൻ മറ്റൊരു വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് അവർ തള്ളിവിടപ്പെട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഈ പോരാട്ടം കേവലം ഒരു പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഉള്ളതല്ല, മറിച്ച് രാജ്യത്ത് നിലനിൽക്കേണ്ട സുതാര്യതയ്ക്കും അർഹതയ്ക്കുമുള്ള അംഗീകാരത്തിന് വേണ്ടിയാണ് ഇന്ന് അവർ സമരം ചെയ്യുന്നത്. CJP പാർട്ടി അടക്കം ഇന്ന് നിലനിൽക്കുന്നതും അതിനുവേണ്ടിയാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് തകർന്നടിഞ്ഞ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ വീണ്ടെടുക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണ്. NTA പോലുള്ള ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുനഃപരിശോധിക്കുകയും പരീക്ഷാ നടത്തിപ്പ് കൂടുതൽ വികേന്ദ്രീകരിക്കുകയും വേണം. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുകയും പരീക്ഷാ തട്ടിപ്പിൽ പങ്കാളികളായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമുഖർക്കെതിരെ സുതാര്യമായ അന്വേഷണം നടത്തി മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുകയും വേണം. രാജ്യത്തെ യുവതലമുറയോട് ചെയ്ത ഈ വലിയ ദ്രോഹത്തിന് കേന്ദ്ര സർക്കാർ പരസ്യമായി മാപ്പ് പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കൂട്ടായ പോരാട്ട വീര്യത്തിന് മുന്നിൽ ഭരണകൂടത്തിനൊടുവിൽ മുട്ടുമടക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ വിലയിരുത്താം. അപ്പോൾ എന്താണ് ഈ തട്ടിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? രാജ്യത്തിലെ വിദ്യാർത്ഥികളുടെ ജീവിതം സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഒപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കണേ.